The problems of deforestation are innumerable. Here we are discussing such a topic. The Last Stand, Deforestation Toll on Earth's Climate by Ravi Pratap Sharma. It is a documentary that is included in the FIUG program AEC for Science. AEC സയൻസിൽ ഉൾപ്പെട്ട FIUG പ്രോഗ്രാമിലെ AEC സയൻസിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ്. ഇത് ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രവി പ്രതാപ് ശർമ്മ എന്ന വ്യക്തിയാണ്. The Last Stand is a compelling documentary that brings out the issues of deforestation and its profound impact on Earth's climate. Deforestation, വനനശീകരണം, അതേപോലെ വനനശീകരണത്തിലൂടെ ഭൂമിക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വെളിവാക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ്. അതിൻ്റെ ഫുൾ ടൈറ്റിലാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് ഡീഫോറസ്റ്റേഷൻ ടോൾ ഓൺ എർത്ത്സ് ക്ലൈമറ്റ് എന്നത്. Then it reminds us of the balance between human activities and the environment. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ദ ബാലൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്. നമ്മളുടെ മനുഷ്യന്റെ പ്രവൃത്തികളും ഈ പരിസ്ഥിതിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ ഡോക്യുമെൻ്ററി. And the documentary begins with a powerful visual of a pristine forest. ഈ ഡോക്യുമെൻ്ററിയുടെ തുടക്കത്തിൽ വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു ഫോറസ്റ്റ് ആണ് കാണുന്നത്. ആൻഡ് സഡൻലി ഇറ്റ് ടേൺസ് ഇൻ ടു എ ബാരൻ വേസ്റ്റ് ലാൻഡ് ആൻഡ് ഇറ്റ് ഷോസ് ദ ഗ്രാവിറ്റി ഓഫ് ഡീഫോറസ്റ്റേഷൻ. പിന്നീട് ഇത് തുടക്കത്തിൽ കാണുമ്പോൾ നല്ല മനോഹരമായ ഒരു വനമാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ വനപ്രദേശം ഒരു തരിശുഭൂമിയായി മാറുന്നു. അതായത് ഈ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് ഈ മരങ്ങളൊക്കെ നശിച്ച ഒരു ഭൂമിയായി കാണപ്പെടുന്നു. അത് കാണിക്കുന്നത് ഡീഫോറസ്റ്റേഷൻ വഴി ആ ഒരു സീരിയസ്നെസ്, ഡീഫോറസ്റ്റേഷൻ്റെ വനനശീകരണത്തിൻ്റെ ആ ഒരു ഗൗരവമാണ്, ആ ഒരു സീരിയസ്നെസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് ദിസ് ഡോക്യുമെൻ്ററി ഈസ് ഇറ്റ്സ് സ്റ്റണ്ണിങ് സിനിമാറ്റോഗ്രഫി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു സിനിമാറ്റോഗ്രഫിയാണ്, ഛായാഗ്രഹണം, അതിൻ്റെ ചിത്രീകരണമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. And it uses the mix of aerial shots, close-ups and time lapses to capture the beauty of forest and the effect of their destruction. ഒരുപാട് ഏരിയൽ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആകാശത്ത് നിന്നും എടുത്ത ഒരുപാട് ചിത്രങ്ങൾ, അതേപോലെ തന്നെ ക്ലോസപ്പ് ഷോട്ട്സുകൾ, അങ്ങനെ പല പല ഭൂമിയുടെ സൗന്ദര്യം കാണിക്കേണ്ട പല പല ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവയുടെ നശീകരണത്തിലൂടെ ഭൂമിക്കുണ്ടാകുന്ന മാറ്റം, ആ സ്ഥലങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ കാണിക്കാൻ ഈ ഡോക്യുമെൻ്ററിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ജക്സ്റ്റാപോസിഷൻ ഓഫ് ലഷ് വൈബ്രന്റ് ഫോറസ്റ്റ് വിത്ത് ബാരൻ ഡീഫോറസ്റ്റഡ് ലാൻഡ്സ്കേപ്പ് ഷോസ് ദി എൻവയോൺമെന്റൽ കറ്റാസ്ട്രഫി. പിന്നീട് ഈ മരങ്ങൾ നശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വനനശീകരണത്തിലൂടെ ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠ നഷ്ടപ്പെടുക, അതേപോലെ തന്നെ ഒരു ബാരൻ ഫോറസ്റ്റായി മാറുക, ഒന്നുമില്ലാത്ത മരങ്ങളൊന്നുമില്ലാത്ത ഒരു തരിശുഭൂമിയായി മാറുന്നത്, ഇതൊക്കെ കാണിക്കുന്നത് നമ്മളുടെ പരിസ്ഥിതിയുടെ നശീകരണമാണ്. കറ്റാസ്ട്രഫി മീൻസ് എൻഡ്, ആ ഒരു അവസാനമാണ്. ശർമ്മ എൻറിച്ചസ് ദിസ് ഡോക്യുമെൻ്ററി. ശർമ്മ ഈ ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹം സമ്പന്നമാക്കുന്നത് വിത്ത് ഇൻ്റർവ്യൂസ്. ഒരുപാട് ഇൻ്റർവ്യൂകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ്റർവ്യൂസ് ഓഫ് എക്സ്പേർട്സ്, ഒരുപാട് എക്സ്പേർട്ടുകളുടെ, ഇൻക്ലൂഡിങ് എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, കൺസർവേഷണലിസ്റ്റ്, പോളിസി മേക്കേഴ്സ് ആൻഡ് ഇൻഡിജിനസ് ലീഡേഴ്സ്. ഇതിൽ എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകൾ, പരിസ്ഥിതി പ്രവർത്തകർ, അതേപോലെ തന്നെ പോളിസി മേക്കേഴ്സ്, ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ, അതേപോലെ ആ കാടുമായി ബന്ധപ്പെട്ട് തനതായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ, ആ നേതാക്കന്മാർ, അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ കാണാം. And it provides multiple perspectives. ഈ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് വിവിധ തരത്തിലുള്ള വീക്ഷണങ്ങൾ കാണാൻ സാധിക്കും. ഈ വ്യത്യസ്തമായ വ്യക്തികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഫേമസ് പേഴ്സൺസ് എമംഗ് ദം ആർ ഡോക്ടർ ജെയിൻ ഗുഡാൾ ആൻഡ് ഡോക്ടർ വന്ദന ശിവ. ഇതിലെ ഈ ഇന്റർവ്യൂവേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് ഡോക്ടർ ജെയിൻ ഗുഡാൾ, അതേപോലെ തന്നെ ഡോക്ടർ വന്ദന ശിവ, പരിസ്ഥിതി പ്രവർത്തകരാണ്. ആൻഡ് ഓൾസോ ദേ ഷെയർ ദർ വ്യൂസ്. അവരുടെ
വ്യൂസും അവരിതിൽ പറയുന്നുണ്ട്. വന്ദന ശിവ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിലൊക്കെ ഉള്ളതാണ്. വന്ദന ശിവ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അതേപോലെ എർത്ത് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, എർത്ത് യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറിന്റെ പ്രാധാന്യം, അതേപോലെ ക്രോപ്പ് റൊട്ടേഷൻ, ക്രോപ്സ്, പലതരത്തിലുള്ള വിളകൾ എന്തൊക്കെയായിരിക്കണം, ആ വിളകളുടെ പ്രാധാന്യം, കൃഷിയുടെ പ്രാധാന്യം ഒക്കെ വിശദീകരിച്ചു. അതേപോലെ തന്നെ നമ്മളുടെ വംശനാശ ഭീഷണി നേരിടാതെ ഈ സ്പീഷീസിനെ എങ്ങനെ സംരക്ഷിക്കാം, പല പല വൈവിധ്യങ്ങളായിട്ടുള്ള ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നൊക്കെ പഠനം നടത്തിയ, അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വന്ദന ശിവ. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ദെൻ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, ഈ ഒരു വനനശീകരണത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശർമ്മ എക്സ്പ്ലെയിൻസ് വേരിയസ് ഡ്രൈവേഴ്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ എന്നുള്ളത്. അതായത് അത് മനുഷ്യർ മനഃപൂർവ്വം ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ സംഭവിക്കുന്നതുകൊണ്ട്. മനഃപൂർവ്വം മനുഷ്യൻ ഈ കാട്ടുതീ ഉണ്ടാക്കിയതിന് ശേഷം ആ മരങ്ങൾ അല്ലെങ്കിൽ ആ വനം നശിപ്പിക്കുന്ന പ്രവണതയുണ്ട്, അതുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് ഹൈലൈറ്റ്സ് ദ കൾട്ടിവേഷൻ ഓഫ് സോയ് ഓർ പാം സോയിൽ ആസ് എ പ്രൈമറി കോസ് ഓഫ് ദി ഫോറസ്റ്റ് ലോസ്. പാം ഓയിൽ മറ്റ് പല രാജ്യങ്ങളിലും നിരോധിച്ച സംഭവമാണ് പാം ഓയിൽ. അതേപോലെ തന്നെ സോയാബീൻ പോലെയുള്ള വിളകൾ, അങ്ങനെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ റബ്ബർ പോലെയുള്ള മരങ്ങൾ നട്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ആ മണ്ണിൽ മറ്റ് വിളകൾ ഉണ്ടാകാൻ പ്രയാസമാണ്. മറ്റ് വിളകളുടെ ഫലഭൂയിഷ്ഠത വളരെ കുറവായിരിക്കും. അപ്പൊ ഈ റബ്ബർ പോലെയുള്ള മരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവ ആ ഒരു മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വലിച്ചെടുക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പാം ഓയിൽ, അതേപോലെ സോയ്, അതിന്റെ കൾട്ടിവേഷനാണ് ഏറ്റവും പ്രധാനം ഈ ഫോറസ്റ്റ് നശിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പോയിന്റ്സ് ഔട്ട് ഇല്ലീഗൽ ലോഗിങ്. മറ്റു കാരണം തടികൾ മുറിക്കുന്നതാണ്. ഇല്ലീഗലായിട്ട്, നിയമവിരുദ്ധമായിട്ട് മരങ്ങൾ മുറിക്കുന്നു. ഇപ്പം ചന്ദനം പോലെയുള്ള മരങ്ങൾ, ഈട്ടി, തേക്ക് പോലെയുള്ള വില കൂടിയ മരങ്ങൾ ഫർണിച്ചറിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിക്കുന്നത്. പിന്നീട് മൈനിങ്, ഖനനം ആൻഡ് അർബനൈസേഷൻ. അതോടൊപ്പം തന്നെ നഗരവൽക്കരണത്തിന് വേണ്ടി നമുക്കറിയാം, ഹൈവേയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ അർബനൈസേഷനിലൂടെയും ഈ മരങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് കൺസ്യൂമർ ഡിമാൻഡ് ഇൻ പെർപെച്വേറ്റിംഗ് ഫോറസ്റ്റേഷൻ ആൻഡ് കൺസ്യൂമർ ഹാബിറ്റ്സ്. അതോടൊപ്പം തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവ്, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡുകൾ, അതായത് ഉപഭോക്താക്കൾ ഇന്ന മരം തന്നെ വേണം, ഇപ്പോൾ വീട് വെക്കുന്ന സമയത്ത് തേക്ക്, ഈട്ടി പോലെയുള്ള മരങ്ങൾ തന്നെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അങ്ങനെയുള്ള മരങ്ങൾ ഫർണിച്ചറിന് വേണ്ടിയിട്ട് എടുക്കാൻ തയ്യാറാകുന്നു. സോ അതൊക്കെയും ഈ ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നുണ്ട്. ദെൻ എൻവിയോൺമെന്റൽ ഇമ്പാക്ട്സ്. ഇനി ഈ വനനശീകരണത്തിലൂടെ, ഡീഫോറസ്റ്റേഷനിലൂടെ പരിസ്ഥിതിക്ക് വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? The documentary mainly focuses on the impact of deforestation on the global climate. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ ചേഞ്ച് ഇൻ ഗ്ലോബൽ ക്ലൈമറ്റ്. ഈ ഫോറസ്റ്റ് നശിക്കുന്നതിലൂടെ, ഡീഫോറസ്റ്റേഷനിലൂടെ ക്ലൈമറ്റിന് മാറ്റം വരുന്നു, നമ്മുടെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. It contributes to the increase in carbon dioxide level in the atmosphere and causes global warming. ഈ മരങ്ങൾ മുറിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നു. അതായത് മരങ്ങളാണ് ഓക്സിജൻ നിലനിർത്തുന്നതിൽ ഒരുപാട് പ്രാധാന്യം വഹിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പം നമ്മളുടെ നാട്ടിലെ ആൽമരങ്ങൾ കുറഞ്ഞു വരികയാണ്. ആൽമരങ്ങൾ കുറഞ്ഞു വരുന്നതിന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മരമാണ് ആൽമരം. അപ്പൊ ആ ആൽമരത്തിന്റെ നശീകരണത്തിലൂടെ ആ പ്രദേശങ്ങളിൽ, ഇപ്പം നമുക്കറിയാം, ഒരു ആൽമരം അമ്പലത്തോട് ചേർന്ന് ആൽമരങ്ങൾ ഉണ്ടാവും. ആ ആൽമരത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവിടെ ആ ഭാഗത്തുള്ള വീടുകളിലൊന്നും AC-യുടെ ഒന്നും ആവശ്യം വരില്ല, അത്രയ്ക്ക് തണുപ്പായിരിക്കും ആ ഭാഗത്ത്. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ മരങ്ങൾ നശിക്കുന്നതിലൂടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ചൂട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. ആ ഒരു ഹ്യൂമിഡിറ്റി, ആ ഒരു എന്താ പറയാ, ആ ഒരു ചൂട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു
സൂര്യപ്രകാശത്തെക്കാൾ കൂടുതൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഫോക്കസസ് ഓൺ ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ ബയോഡൈവേഴ്സിറ്റി മീൻസ് ഈ പ്രകൃതിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളും അതേപോലെ പ്ലാന്റ്സും ഉണ്ട്, വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ആ ബയോഡൈവേഴ്സിറ്റിക്ക്, ജൈവ വൈവിധ്യ കലവറയ്ക്ക് മാറ്റം വരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു കൗണ്ട്ലെസ് സ്പീഷീസ്. അങ്ങനെ അത് പലതരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. വിത്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് ഡിസ്റപ്റ്റ്സ് ഇക്കോളജിക്കൽ ബാലൻസ്. അത് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്, ചില ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ വയലുകൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വയലുകൾ. ആ വയലുകളിൽ പുൽച്ചാടി ഉണ്ടായിരുന്നു, അതേപോലെ തവളകൾ ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് തവളകളുടെ ആ ഒരു സൗണ്ട് കേൾക്കാം. പക്ഷേ പിന്നീട് തവളകളുടെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വർധനവ് കുറഞ്ഞു. അതേപോലെ നീർക്കോലി അല്ലെങ്കിൽ പാമ്പ്, അതിനെയൊക്കെ നമ്മൾ ധാരാളം കാണുമായിരുന്നു. നീർക്കോലിയൊക്കെ എപ്പോഴും കാണുന്ന ഒരു ജീവിയായിരുന്നു. അതിനെയും ഇപ്പോൾ കാണാൻ വളരെ കുറവാണ്. അതേപോലെ പച്ചിലപ്പാമ്പ്, അതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആ കാലാവസ്ഥയിൽ ഇപ്പം വയലുകളൊക്കെ നികത്തി കൃഷിയില്ലാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതേപോലെ പുൽച്ചാടിയെ കാണാനും കുറവാണ്. പുല്ലുകളൊക്കെ കുറഞ്ഞതോടുകൂടി പുൽച്ചാടിയുടെ ആ ഒരു എണ്ണത്തിലും കുറവ് സംഭവിച്ചു. അങ്ങനെ പല ജീവജാലങ്ങളും വംശനാശ ഭീഷണിയിലാണ്. ആൻഡ് ഇറ്റ് കോസസ് അല്ലെങ്കിൽ ഇറ്റ് ബാഡ്ലി അഫക്ട്സ് ഇക്കോളജിക്കൽ ബാലൻസ്. ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ജീവജാലങ്ങൾ തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ, ആ ഒരു സന്തുലനാവസ്ഥയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. ദെൻ സോഷ്യോ ഇക്കണോമിക് കോൺസിക്വൻസസ്, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കോൺസിക്വൻസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഡോക്യുമെന്ററി ത്രോസ് ലൈറ്റ് ഓൺ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് whose lives and culture are closely connected with the forest. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ ഇൻഡിജിനസ് പീപ്പിൾ, അതായത് കാടുമായിട്ട് ചേർന്ന് ജീവിച്ച ഒരു ജനതയുണ്ട്. അതായത് ഗോത്രവർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന കാട്ടിലെ ആ മനുഷ്യർ, കാടുമായിട്ട് ഇപ്പോൾ ആദിവാസികളെ പോലെയുള്ള മനുഷ്യർ, അവരുടെ തനതായ സംസ്കാരവും ജീവിതവും കാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരെ ആ കാട്ടിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു. ഈ കാടുകൾ നമ്മൾ നശീകരണം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ കാടിലേക്ക് നമ്മൾ അർബനൈസേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ആ കാടുമായി ബന്ധപ്പെട്ട ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനും സംസ്കാരത്തിനും മാറ്റം വരുന്നു. ആൻഡ് ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദി ഇക്കണോമിക് ഇമ്പാക്ട്സ് ഓൺ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഡിപ്പെൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്സ്. ഇനി ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഈ ഗോത്രവർഗങ്ങൾ, അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ട്, ജീവിതമുണ്ട്. അതേപോലെ തന്നെ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഈ ഫോറസ്റ്റിനെ ആയിരുന്നു. അതായത് ആ മരത്തിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും തടികൾ, ചെറിയ ചെറിയ വിറകുകൾ ശേഖരിക്കുക, അതേപോലെ തേൻ ശേഖരിക്കുക. അങ്ങനെയുള്ള ആ കാടുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആ ഒരു തനിമ നഷ്ടപ്പെടുന്നതിന് കാരണമായി. അതോടൊപ്പം തന്നെ ശർമ്മ എക്സാമിൻസ് ദ നീഡ് ഫോർ ഇക്വിറ്റബിൾ സൊല്യൂഷൻ. ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണമെന്നും ഈ ഒരു ഡോക്യുമെന്ററിയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ട്രൈബൽസ് ഓഫ് കേരള എന്ന ആ ചാപ്റ്റർ പറഞ്ഞു, അതിനകത്ത് അച്യുതൻ നായർ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ട്രൈബൽസ് ഓഫ് കേരളയിൽ നമ്മൾ പറയും അവരെ നമ്മൾ അർബനൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾ പല പല പോളിസികളും കൊണ്ടുവരും. പക്ഷേ ആ പോളിസികളിലൂടെ അവര് മുൻനിരയിലേക്ക് വരുന്നത് വളരെ കുറവാണ്. അതുമാത്രമല്ല, അവരുടെ തനിമ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതേ അവസ്ഥ തന്നെയാണ്, അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും പറയുന്നത്. ആ കാടുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ തനിമ നഷ്ടപ്പെടുന്നു. ദെൻ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം? ദ ഡോക്യുമെന്ററി ഓഫേഴ്സ് എ മെസ്സേജ് ഓഫ് ഹോപ്പ് ബൈ ഷോക്കേസിംഗ് വേരിയസ് സൊല്യൂഷൻസ്. ശർമ്മ പല പല സൊല്യൂഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഹി ഹൈലൈറ്റ്സ് ദ സക്സസ്ഫുൾ റീഫോറസ്റ്റേഷൻ പ്രോജക്ട്സ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ പണ്ടേ പറയാറുണ്ട്, ഒരു മരം
മുറിക്കുകയാണെങ്കിൽ ഒരു 100 മരങ്ങളെങ്കിലും വേണ്ട, ഒരു 10 മരങ്ങളെങ്കിലും അതിന് പകരമായിട്ട് നടണം. അതാണ് റീഫോറസ്റ്റേഷൻ, വനവൽക്കരണം. ഇപ്പം നമുക്ക് ജാപ്പനീസ് മയോപ്പി പോലെയുള്ള പലതരം പോളിസികളുണ്ട്. അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ആ മരങ്ങൾ ഇല്ല, അതിനൊരു എന്താണ് ഓർഡറിലാണ് അത് വെച്ച് പിടിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫോൾട്ട് പറഞ്ഞത്. പക്ഷേ ആ മരങ്ങൾ ഇപ്പോൾ പല പല ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല ആളുകളും ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് സ്വന്തം പ്രദേശത്ത് സ്വന്തം വസ്തുവിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ മരങ്ങൾ കാടാക്കുന്ന, കാസർഗോഡ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി, റീഫോറസ്റ്റേഷൻ എന്ന ഈ ഒരു പദ്ധതി നടപ്പാക്കുക. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഈ റീഫോറസ്റ്റേഷൻ പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഒയിസ്ക പോലെയുള്ള സംഘടനകൾ, ജാപ്പനീസ് സംഘടനകൾ. അവർ ഒയിസ്ക പോലെയുള്ള സംഘടനകളുടെ പ്രധാന ലക്ഷ്യം ഈ വനവൽക്കരണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് മീൻസ് ഒരു വിളകൾ നട്ടു, ആ വിളയുടെ വിളവെടുപ്പിന് ശേഷം മറ്റു വിളകൾ, അതായത് റൊട്ടേഷൻ ക്രോപ്സ് എന്ന രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഭൂമിക്ക് ഫലഭൂയിഷ്ഠത, പയറ് പോലെയുള്ള വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഭൂമിക്ക് ആ ഒരു എന്താണ് ഊർജത അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ആ ഒരു റൊട്ടേഷൻ ക്രോപ്സ് നടപ്പാക്കാൻ സാധിക്കും. ആൻഡ് കൺസർവേഷൻ എഫേർട്സ്, ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രയത്നങ്ങൾ. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു, ഒരു കുന്ന് അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ലെവലാക്കാൻ പോയ JCB ഒക്കെ തടഞ്ഞ ആ ഒരു സംഭവം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, മൈനിങ് പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരോധിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രകൃതിയെ കൺസേർവ് ചെയ്യാൻ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ദ എഫേർട്സ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ലോക്കൽ കമ്മ്യൂണിറ്റികൾ, പ്രാദേശികമായിട്ടുള്ള സംഘടനകളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിക്കുക. അതേപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലാതെ തന്നെ ജനങ്ങൾ സംഘടനകൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഒയിസ്ക പോലെ നമ്മൾ പറഞ്ഞ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് ആ സംഘടനകളിലൂടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ദെൻ ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോളിസി ഇൻ്റർവെൻഷൻ. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് പല പല പോളിസികൾ കൊണ്ടുവരണം. ഏർജിങ് ഗവൺമെൻറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ടു പ്രൊട്ടക്റ്റ് ഫോറസ്റ്റ്. പല പല നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരണം ഈ ഒരു ഫോറസ്റ്റ് സംരക്ഷിക്കുന്നതിന്. ഗവൺമെൻറ് അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് മൈനിങ് ഒക്കെ നിരോധിക്കണം എന്നാണ്. അതേപോലെ ഇല്ലീഗൽ ലോഗിങ്, അനാവശ്യമായിട്ട് മരം മുറിക്കുന്നതിന് നല്ല ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അനാവശ്യമായ മരം മുറിക്കൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റും തയ്യാറാകണം. And Sharma concludes it by encouraging viewers to make environmentally favorite choices to preserve world's forest. ഇനി അവസാനം ഈ ഡോക്യുമെൻ്ററി ശർമ്മ അവസാനിപ്പിക്കുന്നത് വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടാണ്. വ്യൂവേഴ്സിനോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ത് വേണമെന്ന്. ഇപ്പം നമുക്കറിയാം നമ്മളുടെ വീടിന് ചുറ്റും മരങ്ങൾ, ആ മരങ്ങൾ നമ്മളുടെ വീടിന് ചുറ്റും ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ കടമയാണ്. അതിന് പകരം അതൊക്കെ നമ്മൾ കൊത്തി അല്ലെങ്കിൽ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രകൃതിക്ക് മാറ്റം വരുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. അതായത് ആ പുറത്തുള്ള ചൂട് അകത്തും അനുഭവപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ റീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ ചോയ്സ് ആണ്, എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം എന്താണ് 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് ഫുള്ള് വീട് വെക്കാതെ കുറച്ച് സ്ഥലം, നമുക്ക് വലിയ വീടൊന്നും വേണ്ട, കുറച്ചൊരു സ്ഥലം ബാക്കി വെച്ച് അതിൽ മരങ്ങളും അത്യാവശ്യം കൃഷിയും ഒക്കെ നടത്തുന്ന രീതിയിലാണ് എങ്കിൽ അത് നമ്മളുടെ ചോയ്സാണ്. അത് നമ്മളുടെ ചോയ്സിൽ നമുക്ക് ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ, നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു പോയിന്റിലോട് കൂടിയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ്റെ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് ഡീഫോറസ്റ്റേഷൻ്റെ കാരണങ്ങൾ, അതേപോലെ തന്നെ ഹൗ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.